ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ആയവർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഷാർപ്പ് അടിച്ച് കേക്കിൽ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് അടിച്ച് കിട്ടില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് ഫിനിഷിങ് ചെയ്യാൻ അറിയാത്തവർക്ക് വരെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസാണ്, 2-3 ടൈപ്പ് ഡിസൈൻസാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയുന്നവരുണ്ടാവും, അവർ ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഡെക്കറേഷൻസ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ക്രീം കോട്ടിങ് ചെയ്തിട്ടുള്ളൊരു കേക്കിനെ എടുത്തിട്ട് അതിന് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാണ്. ക്രീം കോട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതിൽ മുകളിലായിട്ട് കേക്ക് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. നല്ല ക്ലീൻ ആക്കി എടുക്കുന്നൊന്നുമില്ല, സൈഡൊക്കെ ഒന്നൊരു സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുത്തു. ഇനി എന്നിട്ട് ഇതുപോലെ സിഗ്സാഗ് രീതിയിലുള്ള സ്ക്രാപ്പർ എടുത്തിട്ട് സൈഡ് അങ്ങോട്ട് വലിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ വല്ലാണ്ട് ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വാഞ്ചോ കേക്കിനുള്ള ഡിസൈൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം നമുക്ക് ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കുകയല്ലേ ചെയ്യുക വാഞ്ചോ കേക്കിന്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രാപ്പർ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഒരുപാട് ഷാർപ്പ് അടിച്ച് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതൊരു 2-3 തവണ ഇങ്ങനെ വലിച്ചാൽ തന്നെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഐസിങ് പെർഫെക്റ്റ് ആവാത്തവരൊക്കെ ഈ രീതിയിൽ ചെയ്താൽ ഇതുപോലത്തെ ഈ ഒരു സ്ക്രാപ്പർ തന്നെ പല ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോഡലിൽ മാത്രമല്ല പല ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകൊണ്ടു, അപ്പോൾ നിങ്ങൾക്കും പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇതുപോലത്തെ സ്ക്രാപ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കും. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അടുത്തൊരു ഡിസൈൻ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇനി ഞാനിവിടെ 2 കേക്ക് പിക്ക് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്ന 2 കേക്ക് പിക്കും ഇതുപോലെ തന്നെ സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചെടുത്തിട്ടുള്ള കേക്ക് പിക്കാണ്. അപ്പോൾ സ്ക്രാപ്പർ തന്നെ പല ടൈപ്പ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ 2 പിക്കിലും കണ്ടോ 2 മോഡലിലാണ് നമ്മുടെ ഈ ഒരു സൈഡ് പോർഷൻ ഇരിക്കുന്നത്. പിന്നെ മുകളിൽ ഗനാഷ് ഒഴിക്കുന്ന കേക്കുമാണ്. അപ്പോൾ സൈഡൊക്കെ നമുക്ക് ഈ ഒരു 2 ടൈപ്പിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പല സ്ക്രാപ്പറുകൾ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. പല ടൈപ്പിലുള്ള സ്ക്രാപ്പറുകൾ അവൈലബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ നമ്മുടെ സ്പാച്ചുല ഡിസൈനാണ് ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. സൈഡൊന്നും വല്ലാണ്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ ഒരു ക്രീമിലൊന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് വിടുക ആ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. ഒന്നുകിൽ ഇങ്ങനെ പിടിക്കുക, അപ്പോൾ അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് ക്രീം സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഡിസൈനും ചെയ്തതിന് ശേഷം സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിനിങ്ങനെ ഗോൾഡൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇത് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കൊക്കെ. അപ്പോൾ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സെയിം ഡിസൈൻ തന്നെ ഞാൻ വേറൊരു കേക്കിൽ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്രീം കോട്ടിങ് ചെയ്തിട്ടുള്ള കേക്കിൽ ആദ്യം ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തത് ഒരു 2 ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതിലൂടെ ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. ക്രീം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സൈഡൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല ക്ലീനാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്പാച്ചുല ഡിസൈന് ചെയ്ത് കൊടുക്കാം. ഏത് സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് പാലൻ നൈഫ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ പാലൻ നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചെറുതും വലുതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യുക, എന്നിട്ട് പുറകോട്ട് വലിക്കുക, പ്രസ് ചെയ്യുക, പുറകോട്ട് വലിക്കുക. ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ഡിസൈന്, നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണുന്ന സമയത്ത്. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. വെഡിങ് കേക്കിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങളൊന്ന് ഫിനിഷിങ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഈ രീതിയിൽ, ഫിനിഷിങ് ചെയ്യാൻ അറിയാത്തവർ മാത്രമല്ല അറിയുന്നവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുകൊണ്ട് നല്ല ഭംഗിയാണ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ 2 ടയർ കേക്കിന് വേണ്ടിയുള്ള തന്നെയായിരുന്നു.
അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ താഴത്ത് അങ്ങനെയല്ല, മുകൾ ഭാഗത്ത് രണ്ട് ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് കേക്കും ഇതുപോലെ ആയാലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ മുകൾ ഭാഗത്ത് മാത്രമേ ആ രീതിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത നല്ല ഭംഗിയിൽ നമുക്ക് കേക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനി അടുത്ത ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓയിൽ ബ്രഷിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ കളറിലുള്ള ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ക്രീം മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സൈഡിലേക്കൊക്കെ ക്രീമാക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഓയിൽ ബ്രഷ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഓയിൽ ബ്രഷ് എടുക്കുക. എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ നിന്ന് മുകളിലേക്ക്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം എടുക്കരുത്. സെറ്റാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഫിനിഷിങ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഡിസൈനും ചെയ്തെടുക്കണം. സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് റോസ് ഫ്ലവറും അതുപോലെ ഇതിൻ്റെ എഡ്ജസിലൊക്കെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ലുക്ക് ആ ഒരു സൈഡിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം സൈഡിലൊക്കെ ആ ഒരു ഗോൾഡൻ ബ്രഷ് വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കാണാൻ നല്ല ലുക്കുമാണ്, എന്നാലോ ഒരുപാട് ഡിസൈൻ ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. ഇതും വീഡിയോ ഇട്ടത് തന്നെയാണ്. അപ്പോൾ ഇതൊരു ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ട് ഈ രണ്ട് ഡിസൈനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള കേക്കിന് ആദ്യം ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫുൾ വൈറ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് എന്താ പറയുക മനസ്സിലാവുമോ അറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ആദ്യം താഴ്ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പം നമ്മൾ താഴെ നിന്ന് മുകളിലേക്കല്ല നേരത്തെ വരച്ചത്. ഇതങ്ങനെയല്ല, നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ടേൺ ടേബിൾ ചുറ്റിയിട്ട് അങ്ങനെയാണ് ഇത് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്പാച്ചുല ഡിസൈനും വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് ഡിസൈനും ഒരൊറ്റ കേക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടിയിലും മുകളിലും ഓയിൽ ബ്രഷ് ഡിസൈനും സെൻറ്ററിൽ നമ്മുടെ പാലൻ നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനും വരച്ചു കൊടുക്കുക. താഴത്തെ കേക്കിലും ടയർ അല്ല. അപ്പോൾ താഴത്തെ കേക്കിലും ഞാൻ ജസ്റ്റ് അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്യാൻ പറ്റും. കണ്ടോ, താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ടേൺ ടേബിൾ റൗണ്ടിൽ ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈന് റൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നേരത്തെ താഴെ നിന്ന് മുകളിലേക്ക് ഇത് ഇങ്ങനെ റൗണ്ടിലുമാണ് ചെയ്തെടുക്കുന്നത്. സെൻറ്ററിൽ ഇതുപോലെ സ്പാച്ചുല വർക്കും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ കളർഫുള്ളായിട്ടുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവട്ടെ ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ടയർ കേക്കിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ വൈറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളായിരുന്ന ഒരു കേക്കായിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഞാനതൊക്കെ മുന്നേ വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ പാലൻ നൈഫ് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ക്രം കോട്ടിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാലൻ നൈഫ് ഉണ്ടല്ലോ, ചെറിയ പാലൻ നൈഫ്, അത് ഇതുപോലെ ഇങ്ങനെ ടേൺ ടേബിൾ കറക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. കുഞ്ഞു പാലൻ നൈഫുകളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ സ്ക്രാപ്പറും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ക്രാപ്പറും അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഈ ഒരു മോഡലിലുള്ള സ്ക്രാപ്പറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ടയർ കേക്കിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് കേക്കും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുക്കുകയാണ്. ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ ആ ഒരു പാലൻ നൈഫ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ 3 മെത്തേഡിലും ഫ്രിഡ്ജിൽ വെക്കാതെ വേണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ വേണം ഈ ഒരു 3 ഡിസൈനും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 3 നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സ് ആയവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു 3 മെത്തേഡിലുള്ള കേക്ക് ഡെക്കറേഷൻസ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിന്ന് യൂസ്ഫുള്ളായിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്